ഹായ്, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. കേരള PSCയിൽ 10th +2 അതുപോലെ ഡിഗ്രി ലെവൽ ഈ ലെവലിലൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേരള ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ അടുത്ത കാലത്ത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഭാഗമാണ് പഴശ്ശിരാജ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഴശ്ശിരാജയെക്കുറിച്ച് അതിൻ്റെ PYQ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം എന്ത് പഠിക്കണം, എവിടെ നിന്ന് ഇത് പഠിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. നമുക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിലും വന്നിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ്. അത്തരം രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എഡ്യൂബിലിസ്റ്റ് ലേണിംഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കൂ, 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നടത്തിയതാരാണ്? പാലിയത്തച്ഛൻ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മ. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇവിടെ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് യുദ്ധം നടത്തിയത് അല്ലെങ്കിൽ ഒളിപ്പോർ നടത്തിയത് പഴശ്ശിരാജയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പഴശ്ശിരാജയുടെ യുദ്ധത്തിൻ്റെ പ്രത്യേകത ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒളിപ്പോർ ഗറില്ല യുദ്ധമുറയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? വീരകേരള സിംഹം. ഓപ്ഷൻ നോക്കൂ, ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, പാലിയത്തച്ഛൻ, പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ. ഉത്തരം പഴശ്ശിരാജയാണ്, വീരകേരള സിംഹം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് വീരകേരള സിംഹം എന്നുള്ള പേര് കേരള സിംഹം എന്ന പേര് വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. സർദാർ KM പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് വീരകേരള സിംഹം. അതിലാണ് വീരകേരള സിംഹം പഴശ്ശിരാജ. അതിലാണ് കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത്. ഇത് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്കൂ, ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജ, കൊട്ടിയോട്ടി രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി. അപ്പോൾ പണിക്കരുടെ ബുക്കിലാണ് കേരള സിംഹം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജക്ക് മറ്റു പല പേരുകളും ഉണ്ടായിരുന്നു. പഴശ്ശിരാജ, കൊട്ടിയോട്ടി രാജ ഇതും പഴശ്ശിരാജ തന്നെയാണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ പഴശ്ശിരാജയെക്കുറിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, മറ്റൊരു ക്വസ്റ്റ്യൻ. പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ രാജാവാണ്? കോലത്തിരി, സാമൂതിരി, വേണാട്, കോട്ടയം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി, കോട്ടയം രാജവംശത്തിലെ രാജാവാണ്. കോട്ടയം വയനാടൻ വയനാട് ഭാഗങ്ങളിൽ കേന്ദ്രമായിട്ടാണ് പഴശ്ശിരാജ ഭരിച്ചിരുന്നത്. ആ രാജവംശത്തിൻ്റെ പേരാണ് കോട്ടയം രാജവംശം. ഇതും ക്വസ്റ്റ്യനിൽ വന്ന പല ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. നമുക്ക് പ്രീവിയസ് ആയിട്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്താൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. അപ്പോൾ മറ്റൊരു എക്സാമിന് ചോദിച്ച ചോദ്യം കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ശരിയല്ലേ? അടുത്ത നോക്കൂ. 17ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. നിങ്ങൾ നോക്കേണ്ടത് മൈസൂരിനെതിരെയും ബ്രിട്ടീഷുകാർക്കെതിരെയും ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയത് ഏത് കാലഘട്ടത്തിലാണ്? ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി കലാപം നടന്നത് എപ്പോഴാണ്? 1893 1893 മുതലാണ് പഴശ്ശി കലാപം ആരംഭിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, 1893 എന്ന് പറഞ്ഞാൽ അത് ഏത് നൂറ്റാണ്ടാണ്? 17ാം നൂറ്റാണ്ടാണോ? അല്ലല്ലോ. ഏത് നൂറ്റാണ്ടാണ്? 19ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ മിസ്റ്റേക്ക് വന്നു. 17ാം നൂറ്റാണ്ട് എന്നുള്ളത് ഇവിടെ മിസ്റ്റേക്കായിട്ട് വന്നതാണ്. മിസ്റ്റേക്ക് ഒന്നുമല്ല, ഇവിടെ ഉത്തരമാണ്, ശരിയല്ലാത്ത പ്രസ്താവനയാണത്. ഓപ്ഷൻ സി നോക്കൂ. കേരള സിംഹം എന്നറിയപ്പെടുന്നു. നേരത്തെ ക്വസ്റ്റ്യനിൽ വന്നതല്ലേ, അതും ശരിയല്ലേ? അടുത്ത നോക്കൂ. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. നിങ്ങൾ കണ്ടോ, 3 എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഒരുമിച്ച് ഒരു എക്സാമിന് ചോദിച്ചു.
അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഴശ്ശി കലാപങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് 1793 മുതൽ 1797 വരെയാണ് കേട്ടോ. 797 അവിടെ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ശക്തമായ കലാപം നടക്കുകയും അവസാനം ഒരു അനുരഞ്ജനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. പക്ഷേ ആ അനുരഞ്ജനം കുറേ കാലം നീണ്ടു നിന്നിട്ടില്ല. വീണ്ടും 1800 വീണ്ടും കലാപം ആരംഭിച്ചു. അങ്ങനെ അത് പഴശ്ശിയുടെ മരണത്തോടു കൂടിയാണ് അത് അവസാനിക്കുന്നത്. ഇവിടെ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797. ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നമുക്കറിയാം കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നതിന് പകരം രാജാക്കന്മാരിൽ നിന്ന് മൊത്തം തുകകളായി നികുതി പിരിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം പഴശ്ശിയുടെ കാലഘട്ടത്തിൽ മൈസൂരിൻ്റെ കീഴിലായിരുന്നു അല്ലേ. മൈസൂരിലെ ടിപ്പു സുൽത്താൻ വയനാട് കീഴടക്കിയിരുന്നു. അതോടുകൂടി ടിപ്പു ചെയ്തിരുന്നത് കൃഷിക്കാരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. പക്ഷേ എന്ത് ചെയ്തു? മൊത്തം തുകകളായി നികുതി പിരിക്കാൻ ബ്രിട്ടീഷുകാർ ആരംഭിക്കുകയാണ്. ആണ്ടുതോറുമായിരുന്ന പാട്ടം അയ്യാണ്ട് പാട്ടമാക്കി പുതുക്കി. അതായത് ഓരോ വർഷം പാട്ടം കൊടുക്കണം എന്നായിരുന്നു തീരുമാനിച്ചത്. അത് ഓരോ 5 വർഷവും കൂടുമ്പോൾ ഒരുമിച്ച് പാട്ടം കൊടുക്കണം. അത് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അത് കർഷകർക്കൊരു ഭാരമായി മാറി. അങ്ങനെ ഇത്തരം തെറ്റായ നികുതി നയങ്ങളാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. ഈ കാരണങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ മൈസൂരിനെതിരെ യുദ്ധങ്ങളിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച പഴശ്ശി രാജയെ ടിപ്പു പിൻവാങ്ങിയ ശേഷം ഇംഗ്ലീഷുകാർ അവഗണിച്ചു. അതായത് വയനാട് ടിപ്പുവിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു സുൽത്താനെതിരെ ബ്രിട്ടീഷുകാരും പഴശ്ശിയും ഒരുമിച്ച് പോരാടി. പക്ഷേ എന്ത് സംഭവിച്ചു? വയനാട്ടിൽ നിന്ന് ടിപ്പു മൈസൂരിലേക്ക് പിൻവാങ്ങിയപ്പോൾ അവിടെ ബ്രിട്ടീഷുകാർ പിന്നീട് പഴശ്ശിയെ അവഗണിക്കുകയാണ് ചെയ്തത്. പകരം കോട്ടയം പ്രദേശം കുറുമ്പ്രനാട്ട് രാജാവിന്, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനല്ലേ പഴശ്ശി, അത് മാതുലനായ കുറുമ്പ്രനാട്ട് രാജാവിന് പാട്ടത്തിന് കൊടുത്തു. ഇതാണ് പഴശ്ശിയെ പ്രകോപിപ്പിച്ചത്. ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം. പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നായന്മാർ, മാപ്പിളമാർ, ഗോത്ര വിഭാഗക്കാർ തുടങ്ങിയവരെല്ലാം പഴശ്ശിയെ സഹായിച്ചു. കേണൽ ഡോവ്, ലഫ്റ്റനന്റ് ജനറൽ ഗോർഡൻ എന്നിവരായിരുന്നു ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടത്. ഇത് കഴിഞ്ഞൊരു ഡിഗ്രി ലെവലിൽ ഇത്തരം ആളുകളെ അന്നത്തെ ഇവിടുത്തെ കമ്മീഷന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷണർമാരുടെ പേരുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കേണൽ ഡോവ്, ലഫ്റ്റനന്റ് ജനറൽ ഗോർഡൻ എന്നിവരായിരുന്നു ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ടത്. 1797 ജൊനാഥൻ ഡങ്കനുമായി ഉണ്ടായ സമാധാന സന്ധി പ്രകാരം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജൊനാഥൻ ഡങ്കൻ, അത് പ്രകാരം പഴശ്ശി രാജാവിന് 8000 രൂപ പെൻഷൻ നൽകാൻ തീരുമാനമായി. ഇതിന് മധ്യസ്ഥ വഹിച്ചത് ഏത് രാജാവാണ്? ചിറക്കൽ രാജാവാണ്. അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ചിറക്കൽ രാജാവാണ്. ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാം പഴശ്ശി കലാപം, നാലാം മൈസൂർ യുദ്ധം. അതായത് ഇതിന് ശേഷം 1799 നാലാം മൈസൂർ യുദ്ധം ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയിലാണ് അത് അവസാനിച്ചത്. അങ്ങനെ ടിപ്പു എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വയനാട് വിട്ടുകൊടുത്തു. ഇത് പക്ഷേ ബ്രിട്ടീഷുകാർ കൈവശമാക്കാൻ ശ്രമിച്ചത് പഴശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? വയനാട് തൻ്റെ രാജ്യമാണെന്നും അത് തനിക്ക് കിട്ടണമെന്നുമാണ് പഴശ്ശി. അതുകൊണ്ട് തന്നെ പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ വീണ്ടും ഒരു കലാപത്തിന് വഴിയൊരുങ്ങി. അങ്ങനെയാണ് 1800 കലാപം ആരംഭിക്കുന്നത്. ഈ സമയത്ത് പഴശ്ശിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കണ്ണവത്തു ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തു കുറിച്യരുടെ, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്ത വയനാട്ടിൽ കുറിച്യ കലാപം പിന്നീട് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പഴശ്ശിയെ സപ്പോർട്ട് ചെയ്ത കുറിച്യരുടെ നേതാവാണ് തലക്കൽ ചന്തു. ഇവർ നേതൃത്വം കൊടുത്തിരുന്നു. അങ്ങനെ പഴശ്ശിയുടെ കലാപം ശക്തമായപ്പോൾ ബ്രിട്ടീഷുകാർ അവസാനം ആർതർ വെല്ലസ്ലിയെ മൈസൂരിൻ്റെയും വയനാടിലെയും ദക്ഷിണ കാനറ, ശ്രദ്ധിക്കേണ്ടോ, ദക്ഷിണ കാനറ നമ്മളെ ഇപ്പോഴത്തെ കാസർഗോഡൊക്കെ ഉള്ള ഭാഗമല്ലേ, അതുപോലെ തന്നെ
മൈസൂർ ഭാഗം, മൈസൂർ നമ്മൾ ടിപ്പുവിൻ്റെ മൈസൂർ, അതുപോലെ തന്നെ വയനാട്, ഈ പ്രദേശത്തേക്കൊക്കെ സർവ്വ സൈന്യാധിപനായി അയച്ചതാണ് ആര്? ആർതർ വെല്ലസ്ലി. പറയാൻ മറന്നു പറഞ്ഞിട്ടോ, ആർതർ വെല്ലസ്ലിയാണ്. 1802 എടച്ചന കുങ്കൻ്റെയും തലക്കൽ ചന്തുവിൻ്റെയും നേതൃത്വത്തിൽ പനമരം കോട്ട ആരംഭിച്ചു. ഇവർ തമ്മിൽ ഒരുപാട് ഫൈറ്റിംഗ് നടന്നു. 802 ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പനമരം കോട്ട ആക്രമിച്ചത് ഏത് വർഷമാണ്? 1802 അത് ആരുടെ നേതൃത്വത്തിലാണ്? തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിലാണ്. ഇത് രണ്ടാം പഴശ്ശി സമരങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അങ്ങനെ അവസാനം ബ്രിട്ടീഷുകാർ കോൽക്കാർ എന്ന പേരിൽ 1200 പേരടങ്ങുന്ന ഒരു പോലീസ് സേനയെ വിന്യസിക്കുകയാണ്. അവർക്ക് നല്ല പാരിതോഷികങ്ങളും പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ഇവരെല്ലാവരും പഴശ്ശിക്കെതിരെ തിരിയാണ്. അതുപോലെ തന്നെ അന്ന് കലക്ടർ മക്ലോയിഡ് നമ്മുടെ മലബാർ മൊത്തം നിരായുധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളോടൊക്കെ പറയുന്നു എന്ത്? പഴശ്ശിയെ കാണിച്ചു കൊടുക്കുക, അല്ലെ പഴശ്ശിയെക്കുറിച്ച് വിവരം കൊടുക്കൽ ഓരോ നാട്ടുകാരൻ്റെയും കടമയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർ മൊത്തത്തിൽ, അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പതിയെ വിജയം നേടിയെടുക്കാൻ പറ്റി. ആ സമയത്ത് തലശ്ശേരി സബ് കളക്ടറായിട്ട് തോമസ് ഹാർവേ ബാബർ എന്ന യുവ ബ്രിട്ടീഷുകാരൻ ചുമതലയേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലൂടെ പഴശ്ശിക്കെതിരെ മുന്നേറ്റം നടത്തുകയും 1805 നവംബർ 30 പഴശ്ശി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. വയനാടൻ പഴശ്ശിയുമായി വയനാട്ടിലൂടെ നമുക്കറിയാം മൈസൂർ മുതൽ കോഴിക്കോട് വരെ ഒരു പാത നിർമ്മിക്കുകയും ദക്ഷിണ മലബാറിൽ നിന്ന് പഴശ്ശി ഒറ്റപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ പഴശ്ശി അവസാനം വനാന്തരങ്ങളിലേക്ക് പോവുകയും 1805 നവംബർ 30 അവിടുന്ന് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ തലശ്ശേരി സബ് കളക്ടറായിട്ട് ഇതിന് നേതൃത്വം കൊടുത്ത തോമസ് ഹാർവേ ബാബർ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചോദിച്ച ആളാണ്, മറന്നു പോകരുത് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ സർവ്വ സൈന്യാധിപനായി ആർതർ വെല്ലസ്ലിയെയാണ് നിയമിക്കുന്നത്. പിന്നീട് പഴശ്ശി കൊല്ലപ്പെടുന്നത് കൂടി, പഴശ്ശി മരണപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്, ശ്രദ്ധിക്കണം. 1805 നവംബർ 30 ഇനി പഴശ്ശിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ സിനിമ വന്നിട്ടുണ്ട്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ. ആരാണ്? ഹരിഹരൻ സംവിധാനം ചെയ്തതാണ്. അതിന് തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരാണ് കേട്ടോ. MTയുടെ മരണം ഈ അടുത്താണല്ലോ, അപ്പോൾ അതുമായി MTയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തീർച്ചയായും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കേരള സിംഹം എന്ന് തൻ്റെ ഒരു പുസ്തകത്തിൽ വീരകേരള സിംഹം എന്ന് KM പണിക്കരാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. പഴശ്ശി സമരങ്ങൾ എന്നത് ആരുടേതാണ്? KKN കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ. അതുപോലെ പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ എന്നുള്ളത് ആ പുസ്തകം മുണ്ടക്കയം ഗോപിയാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പോയിന്റും ഒഴിവാക്കേണ്ടതില്ല. തീർച്ചയായും അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.